ഗായ്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്നൊന്ന് പുറത്ത് പോയല്ലോ. എന്നും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് മടുപ്പല്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനം ആവശ്യമുണ്ട്. മീൻ, കുറച്ച് ഫ്രൂട്ട്സ്, വെജിറ്റബിളൊക്കെ ആവശ്യമുണ്ട്. ഇവിടെ ഹാമിൽട്ടണിൽ ഒരു ചൈനീസ് മാർക്കറ്റ് ഉണ്ട്. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയുണ്ടാവും. കഴിഞ്ഞ കൊല്ലം ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പോയിട്ടൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് നല്ല അടിപൊളി ഫ്രഷ് മീനും കുറേ നല്ല അടിപൊളി ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി ടാനിയുടെ ഫുഡൊക്കെ റെഡിയാക്കി ഇതാ നമുക്ക് ഇറങ്ങിയാലോ. ഗൈസ്, നമുക്ക് പണി കിട്ടിയിരിക്കുന്നു. കാറ്റില്ല എന്നാണ് പറയുന്നത് ടയറിന്. അപ്പോൾ ടയറ് നമുക്ക് എയർ നിറക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. സെമിത എയർ നിറക്കാനുള്ള സംഭവമൊക്കെ വെച്ച് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ തണുപ്പാവുമ്പോൾ ടയറിൽ കാറ്റ് കുറയും കേട്ടോ. തണുപ്പാകുമ്പോൾ കുറയണം, വിന്റർ എക്സ്ട്രീം തണുപ്പാകുമ്പോൾ കുറയും. ഹാമിൽട്ടൺ പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം കംപ്ലീറ്റ് പോകും. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയാൽ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ വീക്കെൻഡ്സ് ഒക്കെ പ്ലാൻ ചെയ്ത് സെമിക്ക് ഓഫും ഷോപ്പ് പോകാനില്ലാതെ ആവുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ദൂരത്തേക്കൊക്കെ പോകാറുള്ളത്. അപ്പോൾ നാളെ ഏതായാലും സെമിക്ക് ഓഫും കൂടിയാണ്. അപ്പോൾ അത് ഇന്ന് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ട്രോളിയിൽ നമ്മൾക്ക് കോയിൻ ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ടാനിനെ ഞങ്ങൾ ഈ ട്രോളിയിൽ വെക്കല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അവനെ താഴെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഈ കട മൊത്തം കാലിയാക്കിയിട്ട് അവന് കൈ തരും, പിന്നെ ഫുള്ള് നശിപ്പിച്ചടക്കും. ഇപ്പം നാട്ടിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ ഇവനൊന്ന് കൊണ്ടു നടക്കാന്നുള്ളത്. ഇവിടെ എനിക്ക് സ്ട്രോളറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അവനെ ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ പുറത്തു പോകാനൊക്കെ അവൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ അവൾ എങ്ങോട്ട് പോകാൻ റെഡിയാണ്. നമ്മൾ 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട്. നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കുറേ വാങ്ങിക്കാറുണ്ട് കേട്ടോ. മീൻ ഒരു 2-3 മാസത്തിന് പിന്നെ നമ്മൾ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങിക്കാറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ആണോ ഓഷ്യൻ എന്ന് പറഞ്ഞത് ഇവിടെ മിസ്സിസാഗ അല്ലേ? ഐസ്ക്രീം എൻട്രൻസിൽ തന്നെ ഫുള്ള് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. എൻ്റെ ടാനിക്ക് മെയിൻ ഫുഡിനേക്കാളും വേണ്ടത് ഫ്രൂട്ട്സ് ആണ്. പലതരം ഫ്രൂട്ട്സുകൾ ഇവിടെ ഉണ്ട്. ഇതാ ടാഞ്ചറിൻ, ഓറഞ്ച് ഉണ്ട്, ഗ്രേപ്സ്, വെറൈറ്റി ഗ്രേപ്സ് ഉണ്ട്. പല കളറിലും പല ഷേപ്പിലും വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള മുന്തിരികൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഗ്രേപ്സ് വാങ്ങിച്ചിട്ടുണ്ട്, കാരണം അത് ടാനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കിയാൽ ഇവിടെ ചക്ക ഉണ്ട് കേട്ടോ. ഭയങ്കര കാശാണ്. നമ്മളെ നാട്ടിൽ കഴിക്കുന്ന ചക്ക ഇത്രയും കാശ് കൊടുത്ത് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. പിന്നെ ഈ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ, ഇത് ടാനിക്കും സെമിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ 2 പേരും തീരുമാനമാക്കും. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. പപ്പായ ഉണ്ടല്ലോ, അത് നമുക്കിവിടെ നല്ലത് കിട്ടൽ കുറച്ച് പാടാം. ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സ് തന്നെ ആവും, ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം. പിന്നെ അതുപോലെ പാഷൻ ഫ്രൂട്ട് എനിക്കിഷ്ടമാണ്, അപ്പോൾ ഞാൻ പാഷൻ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിളും വാങ്ങിക്കാനുണ്ട്. ഇവിടെ പിന്നെ ഞാൻ കാണാത്തൊരു സാധനം കണ്ടിട്ടുണ്ട് കേട്ടോ, ഇളനീര്. നമുക്കിവിടെ കിട്ടാൻ ഒരു വഴിയില്ലാത്ത സാധനമാണ്, പക്ഷെ ഞാനിവിടെ കണ്ടുപിടിച്ചു ഗൈസ്. ഈ ഇളനീര് ഫ്രഷ് ആയിട്ടുള്ളതൊന്നും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നോക്കിയേ, ചക്ക ഇങ്ങനെ ഹോളായിട്ടുണ്ട് കേട്ടോ. വേറൊരു സംഭവം കാണണോ, സ്ട്രോ വെച്ചിട്ടുള്ളൊക്കെ കരിക്കൊക്കെ ഇവിടെ ഉണ്ട്. ഇത് എങ്ങനെ ആവോ എന്തോ. ഇത് എടുക്കണ്ട, മറ്റേത് എടുക്കാന്ന് പറഞ്ഞപ്പോൾ സെമി പറഞ്ഞാണ് കേട്ടോ, ഈ സ്ട്രോ ഉള്ളത് തന്നെ എടുത്താൽ മതിയെന്ന്. അങ്ങനെ ഇത് 2 എടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് വീട്ടിലെത്തിയാൽ അറിയാം എന്താവും എന്നുള്ളത്. എന്തായാലും ഞാൻ ബെറീസ് എടുക്കുന്നുണ്ട്. ടാനിയുടെ ഫേവറേറ്റ് സാധനങ്ങളൊക്കെയാണ് ഇത് കേട്ടോ. നോക്കിയാൽ എൻ്റെ കുട്ടി എന്തൊരു എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവന് കിവി, സ്ട്രോബെറി, ബെറീസ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്തവണ ഏതായാലും ഫ്രിഡ്ജിൽ നിറയെ ഫ്രൂട്ട്സാണ്, എല്ലാ ഫ്രൂട്ടും എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഓറഞ്ച് ഉണ്ടല്ലോ, ഇത് ഞങ്ങളെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതെന്തായാലും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ കരിമ്പ്, അതുപോലെ ഈ പീനട്ടിൻ്റെ ഈ ഷെല്ലുണ്ടല്ലോ, ഇത് എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ, എൻ്റെ ഉമ്മ പണ്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് എനിക്കിപ്പോൾ വരുന്നത് കേട്ടോ. അത് വറുത്തിട്ട്, പീനട്ട് വറുത്തിട്ട് കഴിക്കുമല്ലോ, അപ്പോൾ അത് ഞാൻ ഇത് കണ്ടപ്പോൾ അത് ഓർത്തിട്ടോ. പിന്നെ നോക്കിയേ, ഇവിടെ പഴമൊക്കെ നമുക്ക് മലയാളീസ് കടയിലാണ് അധികം നമുക്ക് ഇങ്ങനെ വലിയ നേന്ത്രപ്പഴല്ലേ ഇത് കിട്ടുക. അപ്പോൾ അതൊക്കെ ഇവിടെ നല്ല പഴുത്തതൊക്കെ ഉണ്ട്. അപ്പോൾ മാങ്ങയും പഴമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ നല്ല എക്സൈറ്റഡ് ആയിട്ടോ. അപ്പോൾ അതും എല്ലാം എടുത്തിട്ടുണ്ട്.
തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ടാനിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് തണ്ണിമത്തൻ ഇവിടെ ഭയങ്കര കാശാണ് കേട്ടോ. നമ്മൾ വാൾമാർട്ടിലൊക്കെ എപ്പോഴും വാങ്ങിക്കാറുണ്ട്, പക്ഷെ കാശ് കൂടുതലാണ്. ടാനിക്ക് ഇഷ്ടമായതുകൊണ്ട് സെമി എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ അത്. അങ്ങനെ സ്വീറ്റ് പൊട്ടാറ്റോ വാങ്ങിച്ചിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടാറ്റോ കുറേ നാളായിട്ട് ഞാൻ വാങ്ങിക്കാറുണ്ട്, പക്ഷേ കുറേ നാളായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ നമുക്ക് ഇവിടെ എപ്പോഴും കിട്ടാറുള്ള തന്നെയാണ്, അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ 2 തരത്തിൽ സ്വീറ്റ് പൊട്ടാറ്റോ കിട്ടും കേട്ടോ. ഉള്ളിൽ ഒരു ഓറഞ്ച് കളർ വരുന്നതും നമ്മളെ നാട്ടിൽ കാണുന്നതിൽ, എനിക്ക് നമ്മളെ നാട്ടിൽ കാണുന്ന ആ ഒരു ടൈപ്പാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട് സെക്ഷൻ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയറാനുള്ളത് മീൻ കടയിലോട്ടാണ്. ഇവിടെ ലൈവായിട്ടുള്ള മീനാണ് ഇട്ടുള്ളത്. ഇവരെ നമുക്ക് ലൈവായിട്ട് പിടിച്ചിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് തന്നെ തരും. ഇവിടെ വെറൈറ്റി ഓഫ് മീനുകൾ തന്നെ കാണാം. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. ഞാൻ പണ്ടൊന്നും മീൻ അധികം കഴിക്കാത്ത ആളായിരുന്നു, പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ മീനെ ഇപ്പോൾ കഴിക്കുന്നുള്ളൂ. കാരണം സെമിയുടെ ഉമ്മാക്കും ബ്രദേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മീൻ. അപ്പോൾ വീട്ടിലെപ്പോഴും മീൻ വെക്കാറുണ്ട്. അപ്പോൾ ഞാനും ഇപ്പം മീൻ എനിക്കിഷ്ടമാണ് കേട്ടോ. പണ്ടൊന്നും ഞാൻ കുഞ്ഞു മീനല്ലാതെ ഈ മറ്റേ നെയ്മീനൊക്കെ കഴിച്ചിരുന്നുള്ളൂ. നെയ്മീൻ, ആവോലി, അയക്കുറ ആ ടൈപ്പൊക്കെ അല്ലേ, അതേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ എല്ലാ ടൈപ്പ് മീനും കഴിക്കും. ഇവിടെ നല്ല ആവോലി ഉണ്ട് കേട്ടോ, വെള്ള ആവോലി ഇല്ലേ, ആ ആവോലിന് തേങ്ങാപ്പാലൊക്കെ വെച്ച് കറി വെക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഏതായാലും വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ടാനിക്ക് സാൽമണ്, അങ്ങനെ ഞങ്ങൾ സാൽമണ് 2-3-4 വെറൈറ്റി ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. സാൽമൻ്റെ ഹെഡ് വേറെ, മീറ്റ് വേറെ, അങ്ങനെ പല രീതിയിലും ഇവിടെ സാൽമൺ കാണാം. അപ്പോൾ ടാനിക്ക് ഞാൻ ഏതായാലും ഫില്ലറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് കുഞ്ഞു പീസാക്കിയിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ അതാണ് സുഖം. അപ്പം ഞാൻ അതെടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്മീനൊക്കെ നമ്മൾ കോസ്കോന്നാണ് വാങ്ങിക്കാറുള്ളത്. നമുക്കവിടെ നല്ല കാശിന് തന്നെ നല്ല മീൻ കിട്ടും കേട്ടോ. അപ്പം ചെമ്മീൻ ഏതായാലും വാങ്ങിക്കുന്നില്ല. നമ്മൾ തിലാപ്പിയ എന്ന് പറഞ്ഞ മീൻ ഞാൻ ബേക്ക് ചെയ്യാറുണ്ട് കേട്ടോ, നല്ലൊരു മീനാണ്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. ആവോലി മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 4-5 ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ക്രാബ് വാങ്ങിച്ചിട്ടുണ്ട്. ക്രാബ് സെമിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുരുമുളകൊക്കെ ഇട്ടിട്ട് ക്രാബ് ജസ്റ്റ് ഒരു മസാല പോലെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ക്രാബ് എടുക്കുന്നുണ്ട്. ഞാൻ നാട്ടിൽ ഉമ്മയുടെ കൂടെ മീൻ മാർക്കറ്റിൽ പോയ ഓർമ്മ വരും കേട്ടോ എനിക്കിവിടെ വരുമ്പോൾ. ഇവിടെ ലോബ്സ്റ്റർ എന്ന് പറഞ്ഞ മീനുണ്ട് കേട്ടോ. ഞാനിതുവരെ ലോബ്സ്റ്റർ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, പക്ഷെ നോക്കിയാൽ ഈ കാണുന്ന ലോബ്സ്റ്റർ, പിന്നെ ഷെല്ലുള്ള എല്ലാ മീനുകളും ഇതാ ഒരു സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് ലൈവ് മീനാണ് കേട്ടോ. ഇത് അവർ ജീവനോട് നമുക്ക് കട്ട് ചെയ്ത് തരുന്ന സംഭവമാണ്. ക്രാബ്, ലോബ്സ്റ്റർ, പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ ഐറ്റംസ് ഇവിടെ കാണുന്നുണ്ട്. ഇത് ലോബ്സ്റ്റർ സെമിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീൻ സെമീനെ എല്ലാം വാങ്ങിച്ചിങ്ങൾ വന്നോളും. വാങ്ങിക്കുമ്പോൾ കുറേ വാങ്ങിക്കും കേട്ടോ. ഞാൻ പറയാറാണ് ഇത്രയും എന്തിനാണ് വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. പിന്നെ വാങ്ങിക്കുമ്പോൾ ഒരുമിച്ച് വാങ്ങിക്കാറാണ് പതിവ്. എപ്പോഴും ഇടക്കിടക്കുന്ന പോയി വാങ്ങിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് വാങ്ങിക്കുകയാണെങ്കിലും കൂടുതൽ വാങ്ങിക്കാറാണ് കേട്ടോ. നമുക്ക് ഫ്രീസർ ഉള്ളതുകൊണ്ട് വലിയൊരു ഫ്രീസർ ഉണ്ട്. അപ്പോൾ അതിലങ്ങോട്ട് വെക്കും. നമ്മൾ കഴിയുമ്പോൾ മാത്രമേ പിന്നെ പോയി നമ്മൾ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെ എപ്പോഴും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും പോയി വാങ്ങിക്കൽ പാടല്ലേ. ഇവിടെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഭയങ്കര വൃത്തിയായിട്ടാണ് ഇവർ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഭയങ്കര അതിങ്ങനെ നമുക്കൊരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. ഇവർ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ. പിന്നെ ചൈനക്കാരാണ് ഇത്. ചൈനക്കാരൊരു മാർക്കറ്റാണ്. ചൈനക്കാരാണ് ഇവിടെ മൊത്തം കംപ്ലീറ്റ് ഉള്ളത്. അവരുടെ ഫുഡാണ് ഇവിടെ ഉള്ളതും. അപ്പോൾ അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പൈപ്പൊക്കെ പിടിച്ച് വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ അവർ മീൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരുന്നത്. ഈ ശംഖ്, ഈ ഫിഷ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങളൊന്നും ഇഷ്ടമില്ല. ഇനി ഒരു 2-3 മാസത്തിന് നമ്മൾ ഫിഷ് നോക്കണ്ടേ ഇല്ല. അതിനു മാത്രം സെമി വാങ്ങിച്ചിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ വീട്ടിൽ ചെന്ന് റെഡിയാക്കി വെക്കണം. അതാണ് മെയിൻ പരിപാടി. ഇവിടെ വരെ ചൈനീസ് ഡിഷിന് പറ്റിയ കുറേ അടിപൊളി സോസുകൾ കാണാം കേട്ടോ. ഞാനിവിടെ വരുമ്പോഴാണ് ഇങ്ങനത്തെ വെറൈറ്റി ഓഫ് സോസസ് വാങ്ങിക്കാറുള്ളത്. നമ്മൾ ഫ്രൈഡ് റൈസും കാര്യങ്ങളും ചൈനീസ് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല
സോസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഒയിസ്റ്റർ സോസ് വാങ്ങിച്ചു, വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ, ഒയിസ്റ്റർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഫിഷ് സോസ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫിഷ് സോസ് എടുത്തു കേട്ടോ. പിന്നെ ചില്ലി സോസ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല. ഈ ഐറ്റംസൊക്കെ നമ്മളവിടെ വാൾമാർട്ടിൽ കിട്ടുന്നതുമാണ്, അപ്പോൾ ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഈ നോക്കിയേ, ഈ കാണുന്നതൊക്കെ എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? നമ്മുടെ നാട്ടിലെ ഉണക്കമീനില്ലേ, അതാണിത്. പലതരം മീനുകൾ ഉണക്കി വരുന്ന ഐറ്റംസാണ്. ചൈനക്കാരെ മെയിൻ ആയിട്ടാണെന്ന് തോന്നുന്നു ഈ ഉണക്കമീൻ. ഒരു സെക്ഷൻ കംപ്ലീറ്റ് അത് തന്നെയാണ് കേട്ടോ. പിന്നെ നോക്കി ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ കാണാം. ഈ ഓവാൽറ്റി എന്ന് പറഞ്ഞത് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ ഞാൻ ഹോർലിക്സും ബൂസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഈ ടാങ്ക് നമ്മൾ ദുബായിലൊക്കെ പണ്ട് നമ്മളെ വീട്ടുകാർ വരുമ്പോൾ കൊണ്ടുവന്നതിന് സാധനം. അപ്പോൾ ഇത് കോപ്പിക്കോ കണ്ടപ്പോൾ ഞാൻ ഇത് കോപ്പിക്കോൻ്റെ മിഠായി വിചാരിച്ചിട്ട് അല്ല ഗൈസ്, ഇത് കോപ്പിക്കോൻ്റെ കാപ്പിപ്പൊടിയാണ്. അപ്പോൾ ആ സെക്ഷനൊക്കെ ഇതാ കുറച്ച് അരിച്ചു പെറുക്കി നോക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഹെൽത്തൊക്കെ നോക്കുന്ന കാരണം ഹോർലിക്സ് ബൂസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല, അങ്ങനത്തെ ഒന്നും ഇപ്പോൾ കുടിക്കാറുമില്ല കേട്ടോ. പണ്ട് ഇതൊക്കെയായിരുന്നു മെയിൻ. പിന്നെ പാസ്ത, നൂഡിൽ, അതിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. ഞാൻ ഏതായാലും പെന്നെ പാസ്ത വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ വീട്ടിൽ മെയിൻ പോകുന്ന ഒരു ഐറ്റമാണ് പാസ്ത. അപ്പോൾ എപ്പോഴും ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് പാസ്ത, നൂഡിൽ അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ കല്ലുമ്മക്കായുടെ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്കിതാ ഫ്രോസൺ വരുന്നതാണ്. അതിൻ്റെ ഉള്ളത്തെ മീറ്റ് കുറച്ച് ഹാഫ് കുക്ക് ചെയ്ത് വരുന്ന സംഭവമാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും വാങ്ങിക്കാറുള്ളതാണ്. ഇത് മസാല ചെയ്ത് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളെ നാട്ടിലെ മത്തിയില്ലേ, മത്തി വരുന്നുണ്ട് ഗൈസ് ഇങ്ങനെ വലിയൊരു പാക്കറ്റിൽ. ഇത് നമ്മൾ ഏതായാലും വാങ്ങിക്കുന്നില്ല കേട്ടോ. അത് നമുക്കിവിടെ നമ്മളവിടെ മലയാളി സ്റ്റോറിൽ നിന്നൊക്കെ കിട്ടുന്ന ആയിട്ടാണ്. പിന്നെ ഞാനിത് പറയായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ബത്തൽ എന്നാണ് കേട്ടോ പറയുക. എന്നാൽ തൊലിയില്ലേ, ആ മീനാണെന്ന് വിചാരിച്ച് ഞാൻ സെമി കാണിച്ചു കൊടുക്കായിരുന്നു. പക്ഷെ ഇത് അതല്ലാന്ന് ആ സെമി പറയുന്നത് വേറെ ഏതൊരു ഐറ്റമാണെന്ന്. അപ്പോൾ ഇന്നത്തെ പർച്ചേസ് കാര്യമായിട്ട് തന്നെ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോസ് എനിക്ക് ചില്ലി സോസ് ഇല്ലായിരുന്നു, അപ്പോൾ അത് വാങ്ങിച്ചു. വേറെ ഈ ഫിഷ് സോസ്, ഇതാണ് കേട്ടോ ഫിഷ് സോസ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു, പക്ഷേ എടുത്തില്ല. അതേപോലെ തിരിച്ചവിടെ തന്നെ വെച്ചിട്ടോ. വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല, ഞാൻ ഉപയോഗിക്കോ ഇല്ലയെന്ന് കൺഫ്യൂസ്ഡ് ആയപ്പോൾ പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചു. പിന്നെ ഞാൻ വാങ്ങിക്കുന്നത് ഇതാ ഞങ്ങളെ മെയിൻ ഒരു ഐറ്റമാണ് കേട്ടോ, ഷ്രിമ്പ് ടെമ്പൂര പറയും. ഞാനിവിടെ റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴാണ് ഈ ഒരു ഐറ്റം കഴിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഭയങ്കര ഫാനാണ്. ഇത് മറ്റേ ബ്രെഡാണോ, ഇത് ഫ്ലോറിലെങ്ങാനോ കോട്ട് ചെയ്ത് വരുന്ന ഒരു ചെമ്മീനാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ഐറ്റം ഇത് സെമി പുറത്തെങ്ങാനോ പോയിട്ട് എടുത്ത് വന്നതാണ് കേട്ടോ. എനിക്കറിയില്ല ഇത് എന്താ സംഭവം. നമ്മൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടുള്ള ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ, മറ്റേ മാംഗോൻ്റെ ആ ഐസ്ക്രീമാണ് കേട്ടോ അത്. അങ്ങനെ നൂഡിൽസും കാര്യങ്ങളും കുറച്ച് നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഈ നൂഡിൽസ് സെക്ഷനിലോട്ട് വന്നാൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ നൂഡിൽ. കപ്പ് നൂഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഈവനിങ്ങിലൊക്കെ ഉണ്ടായി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും കഴിക്കാറില്ല. പക്ഷേ ഇടയ്ക്ക് നമുക്കൊരു ക്രേവിങ് വരുമ്പോൾ കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് മഷ്റൂമും കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ഫുഡിൻ്റെയാണ്. ഇവരെ ഫുൾ ചൈനീസ് ടൈപ്പ് ഫുഡും നമ്മൾ ഇന്ത്യൻ ഫുഡ് വരുന്നുണ്ട് കേട്ടോ. ബട്ടർ നാനും അതുപോലെ ബട്ടർ ചിക്കനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവരെ ചൈനീസിലെ കുറേ ഐറ്റംസ് വരുന്നുണ്ട്. പക്ഷെ നമ്മളിതൊന്നും ട്രൈ ചെയ്യുന്നില്ല. ഇവിടെ നമുക്കിഷ്ടമുള്ള ഷ്രിമ്പ് ടെമ്പൂര ഉണ്ട്, അതേ വാങ്ങിക്കുന്നുള്ളൂ. വേറെ ഒന്നും ഇവിടെ ഞങ്ങൾ ഇതിൻ്റെ മുന്നേ വന്നപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പോൾ വൈകുന്നേരമായി, ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം പോകും നമുക്ക് പുറത്തിറങ്ങിയാൽ. അപ്പോൾ എന്തായാലും തൽക്കാല വിശപ്പ് മാറ്റാൻ ഷ്രിമ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഈ ഐറ്റംസ് ഒന്നും എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ അതൊന്നും കഴിക്കാനേ തോന്നൂല കേട്ടോ. പക്ഷെ വേറെ ഒന്നും എനിക്കിവിടെ അത്ര വലിയ സംഭവമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. ഇത് അവരെ വിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ സെമിയുടെ ഫേവറേറ്റ് ആണ് ഈ ഒരു സംഭവം. ടാനി ഇപ്പോൾ അത് കഴിക്കുന്നുണ്ട് കേട്ടോ. ടാനിക്ക് കൊടുത്തതിന് ശേഷം ടാനി നന്നായി കഴിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളത് ഫ്രോസനും വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ഇത് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ തന്നെ ഇവരൊരു ഫുഡ് കൗണ്ടർ ഉണ്ട്, ഫുള്ള് ചൈനീസ് ഫുഡാണ്. അപ്പോൾ സെമി ഭയങ്കര ഇഷ്ടമാണ് സെമിക്ക് ചൈനീസ് ഫുഡ്. എവിടെ പോവുകയാണെങ്കിൽ ചൈനീസ് ഫുഡാണ് മൂപ്പര് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിൽ വന്നിട്ട് നോക്കുമായിരുന്നു എന്താണുള്ളതെന്ന്. അപ്പോൾ ഒന്നും നല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. വെള്ള ബൗളിൽ കഞ്ഞിയാണ്. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും സെമിയുടെ കിളി പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് മാസത്തിന് ഇനി
പർച്ചേസിംഗ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പിന്നെ സമാധാനം. നമ്മൾ എന്തായാലും അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് കയറിയപ്പോൾ തന്നെ ഏകദേശം സമയമായിരുന്നു, ഉച്ച കഴിഞ്ഞിരുന്നു. പിന്നെ കുറേ സമയം എടുത്തിട്ടോ, നമ്മൾ അറിയുന്നില്ല. നമ്മൾ പിന്നെ പൊതുവേ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ ഇതന്നെയാണല്ലോ അവസ്ഥ. നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോനെ പറ്റി എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കോണ്ടൻ്റ് ആണ് വീഡിയോ ഇഷ്ടം എന്നുള്ളതും ഒന്ന് പറയണേ. ടാനി കയറുമ്പോൾ പറഞ്ഞ സാധനം ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അപ്പോൾ സെമി അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാനാണ് ആള് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ സെമി ഇതിൻ്റെ ഇടയിൽ പോയി വാങ്ങിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഐസ്ക്രീം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കൊടുത്താൽ ആകെ പണിയാവും, ഡ്രസ്സിലൊക്കെ ആക്കും. അപ്പോൾ ഇനി കാറിൽ കയറിയിട്ട് നമുക്ക് അവന് കൊടുക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇതാ കാറിൻ്റെ ഡിക്ക് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. മീൻ വെക്കാൻ ഒരു ബക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കാറ് സ്മെല്ലടിക്കില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമായോ ചെമ്മീൻ? ടാനിക്ക് ഞാൻ അവന് ഞാൻ കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഇടയിൽ ഉച്ചക്ക് അവനുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവന് വിശന്നു കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ ഒരു വിശപ്പുണ്ടല്ലോ, അവന് ഈ ടൈമിലൊരു വിശപ്പുള്ളതാണ്. അവന് ഉറങ്ങിയിട്ടില്ല, അവന് ആകെ ടയേർഡാണ്. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് കാറിലിരുന്ന് ഉറങ്ങിക്കോളും ആള്. ഞാൻ അവനുള്ള ഫുഡ് ഞാൻ ഒന്നും സ്കിപ്പ് ചെയ്യാറില്ല. പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ കാറ് നിർത്തിയിട്ടോ ആണ് ഞാൻ അവന് കൊടുക്കാറുള്ളത്. അവൻ്റെ കാര്യം കറക്റ്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആകെ പ്രശ്നമാവുകയെ. ടാനി പിന്നെ കാറ് കയറി അവന് മെയിൻ വേണ്ടത് പാട്ടാണ്. പിന്നെ പാട്ടിട്ട ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ആൾ ഫുൾ അങ്ങോട്ട് ജോലിയായിട്ട് നടന്നോളും. നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ കാർ ഇലക്ട്രിക് കാറാണല്ലോ, അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് 2 തവണക്കായിട്ട് കറണ്ട് കുത്തിയിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടൈമിൽ നമുക്കിത് ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.